സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹരിയാലി ഫിഷ് കറി ഉണ്ടാക്കാം. ഇത് നല്ല സ്വാദാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇത് 250 ഗ്രാം മുറിച്ച് വെച്ച മീനാണ്. പിന്നെ വേണ്ടത് ഈ പ്ലേറ്റിൽ കാണുന്ന സാധനങ്ങളാണ്. അഞ്ചെട്ട് വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/2 ഇഞ്ച് വലുപ്പത്തിൽ 1 കഷ്ണം ഇഞ്ചി, അരപ്പിടി പാലക്കിൻ്റെ ഇല, 2 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടേബിൾ സ്പൂൺ പുതിനയില, 1 മാങ്ങ, 1 തക്കാളി, 1 സവാള. പുളിയുള്ള മാങ്ങയാണെങ്കിൽ പകുതി മതിയാവും. ഇനി ഒരു പാത്രത്തിൽ 1.5 ഗ്ലാസ് വെള്ളമൊഴിച്ച് 1 നുള്ള് ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കിയ പാലക്കിൻ്റെ ഇല ഒന്ന് വെള്ളത്തിലിട്ട് കോരിയെടുക്കാം. വെള്ളത്തിലിട്ട ഉടനെ തന്നെ എടുക്കണം. ഇനി ഇത് തണുത്ത വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ഒന്ന് അരച്ചെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പകുതി മാങ്ങയും പ്ലേറ്റിൽ കാണിച്ച 3 തരം ഇലകളും ഇട്ട് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി അതേ ജാറിൽ തന്നെ സവോളയും തക്കാളിയും ഒന്ന് അരച്ചെടുക്കാം. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1 നുള്ളി ഉലുവ ഇട്ട് കൊടുക്കാം.
ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ ഇത് മാറ്റിവെച്ച് അതേ പാനിൽ തന്നെ ഇലകൾ അരച്ച മസാല ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല പച്ചക്കളർ പോലെ തന്നെ കഴിക്കാനും നല്ല സ്വാദാണ്. ഇത് നല്ലതുപോലെ ഇളക്കി പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് തക്കാളിയും സവോളയും അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കി വേണമെങ്കിൽ ഉപ്പിട്ടെടുക്കാം. ഞാനിതിൽ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇത് നല്ലതുപോലെ വഴറ്റി ചെറുതായി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. എരിവും പുളിയും ഉപ്പുമെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കൂടിയോ കുറഞ്ഞോ എടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആയി മീൻ വെന്തു എന്ന് കണ്ടാൽ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. ഏത് മീനെടുത്തും ഇങ്ങനെ ഉണ്ടാക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ കഴിക്കാൻ സൂപ്പറാണ്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് പൊടിച്ച ഉലുവ ഇട്ട് കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.